വെളിച്ചെണ്ണ വില കാറ്ററിംഗ് മേഖലയുടെയും നടുവൊടിക്കുന്നു. പിടിച്ചു നിൽക്കാൻ 20% വില ഉയർത്തിയതായി കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നല്ല ഭക്ഷണത്തിന് നല്ല വില എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്തുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ബിരിയാണി അരിയുടെയും വെളിച്ചെണ്ണയുടെയും വിലക്കയറ്റം കാറ്ററിംഗ് മേഖലയെ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുകയാണെന്ന് കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിലവിലെ വിലയിൽ ഭക്ഷണം ഒരുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നല്ല ഭക്ഷണത്തിന് നല്ല വില എന്ന സന്ദേശവുമായി സംസ്ഥാന തലത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചതായും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സാജു വാഗാനിപ്പുഴ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തരമായി സർക്കാർ വിപണിയിൽ ഇടപെടണമെന്ന് കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. ഓണക്കാലത്ത് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങളും വിവിധ ഗ്രൂപ്പുകളും വിലക്കുറവിൽ ഓണസദ്യയും ഓണവിഭവങ്ങളും പായസങ്ങളുമായി വിപണിയിലിറങ്ങുന്നത് കാറ്ററിംഗ് മേഖലയ്ക്ക് വൻ വെല്ലുവിളിയാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഓഡിറ്റോറിയങ്ങളിൽ കാറ്ററിംഗിനായിട്ട് എത്തുന്ന കാറ്ററേഴ്സ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ലൈസൻസ് ഉള്ളവരാണോ എന്ന് ഓഡിറ്റോറിയം മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തണമെന്നും. കാറ്ററിംഗ് മേഖലയിൽ ഭക്ഷണങ്ങൾക്ക് 20% വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നാൾക്കുനാൾ വിലക്കയറ്റമാണ്. വെളിച്ചെണ്ണ വിലയാണ് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും വ്യാജ കാറ്ററിംഗ് നടത്തിപ്പുകാരെ പിടികൂടി ശിക്ഷിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബിജു കുണ്ടത്തിൽ, മെഹറൂഫ് CM, രാജേഷ് റോസൻ റോസ്, ബോബി രാജ്, രാജൻ കൂത്തുപറമ്പ്, MR നൌഷാദ് ചൊക്ലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.